എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കുറേ നാളുകളായി പൊതുവെ മനുഷ്യരുടെ ഇടയിൽ സംസാരമധ്യത്തിൽ കടന്നു വരുന്ന ഒരു വിഷയമാണ്, അവർ പൊതുവെ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമാണ്. എന്ത് പെട്ടെന്നാണ് ദിവസങ്ങൾ കടന്നു പോകുന്നത്, വർഷങ്ങളും മാസങ്ങളും ഒക്കെ കടന്നു പോകുന്നു, സമയം കടന്നു പോകുന്നു അറിയുന്നില്ല, സമയം ഒന്നിനും തികയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരമധ്യേ വെറുതെ മനുഷ്യരുടെ സംസാരമധ്യേ ഇങ്ങനെ കടന്നു വരുന്ന ഒരു കാര്യമാണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരതിനെ വളരെ ഗൗരവമായിട്ട് കാണുന്നുണ്ട്, മറുവശത്ത് ഇവരതിനെ വലിയ ഗൗരവമായിട്ടൊന്നും കാണുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ദിവസങ്ങൾ സ്പീഡിൽ പോകുന്നു, ആർക്കെന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. പക്ഷേ ദൈവവചനത്തിൽ, അതായത് മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 22 വാക്യത്തിൽ ഈശോ ഇങ്ങനെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തും. ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തും. ഈശോ പറഞ്ഞ കാര്യമാണ്. ഈശോ പറഞ്ഞത് ഈ യുഗാന്ത്യ സമയങ്ങളെക്കുറിച്ചാണ്, അന്ത്യകാലം യുഗാന്ത്യത്തെക്കുറിച്ചാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ശരിക്കും ഇപ്പോൾ ആയിരിക്കുന്നത് ഈ യുഗാന്ത്യ സമയത്താണ്. അതിൻ്റെ ഏറ്റവും വ്യക്തമായ വചനമാണ്, അല്ലെങ്കിൽ അതിന് ഏറ്റവും വ്യക്തമായ തെളിവാണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം കൊച്ചുകുട്ടികൾ പോലും പറയുന്നുണ്ട്, ദിവസങ്ങൾ വേഗന്നു പോകുന്നു, അല്ലെങ്കിൽ സമയം വേഗന്നു പോകുന്നു, കളിക്കാനൊന്നും സമയമില്ല, അതുപോലെ തന്നെ പഠിച്ചിട്ട് കാര്യങ്ങൾ തീരുന്നില്ല, പഠിക്കാൻ സമയം പോരാ, ഇങ്ങനെ പല പല കാരണങ്ങൾ സമയമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്നത്. അപ്പോൾ ഈ ദിവസങ്ങൾ ഈശോ പരിമിതപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെ ആകുമായിരുന്നു? പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരുടെയൊക്കെ ജീവിതം ഏത് വിധത്തിലാകുമായിരുന്നു എന്ന് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. കാരണം എന്തുമാത്രം ജോലി ചെയ്താലും ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ജീവിക്കാൻ ആവശ്യമായ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ആർക്കും അങ്ങനെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ ജീവിതത്തിലെ ചെലവുകൾ കൂടി വരുന്നു. അതുപോലെ തന്നെ രോഗങ്ങൾ, കഷ്ടതകൾ, നഷ്ടങ്ങൾ, ദുരിതങ്ങളെല്ലാം ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു. അതുകൂടാതെ തിന്മയുടെ ആക്രമണങ്ങൾ, മാനസികമായിട്ടുള്ള മനുഷ്യരുടെ തകർച്ചകൾ, അസ്വസ്ഥതകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, യുദ്ധങ്ങൾ, കലാപങ്ങൾ, ഇതെല്ലാം കൂടി വർദ്ധിച്ചു വന്ന് മനുഷ്യന് ഒരു നിമിഷം പോലും സമാധാനം ലഭിക്കാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ ഈ ദിവസങ്ങൾക്ക് ദൈർഘ്യം കുറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ എത്ര പേർക്ക് ഈ കാലഘട്ടത്തെ അതിജീവിക്കാൻ പറ്റുമായിരുന്നു എന്നൊരു ചിന്തിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ മനുഷ്യർ വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ആൾക്കാർക്ക് ദിവസങ്ങളോ, അല്ലെങ്കിൽ ഈ നാളുകളിൽ നടക്കുന്ന വേറൊരു പ്രതിഭാസമാണ്, ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. ഈ ദിവസങ്ങളും ഡേറ്റും ഒക്കെ പെട്ടെന്ന് മറന്നു പോകുന്നു. ഇന്നലെ ഏത് ദിവസമായിരുന്നു എന്ന് ഓർത്തെടുക്കേണ്ട, ആലോചിച്ച് കണ്ടെത്തേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് കൂടിയിട്ട് എന്തൊക്കെയോ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തൊക്കെയോ പ്രതിഭാസങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. അതിനെയെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയില്ല. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വചനം എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു വചനമാണ് വർഷങ്ങൾക്ക് മുമ്പ്. ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരുവൻ പോലും രക്ഷപ്പെടുകയില്ലായിരുന്നു എന്ന് പറയുന്ന ഭാഗം, അതെന്താണെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. ഒരു പക്ഷേ ദിവസങ്ങളുടെ എണ്ണം കുറച്ചതാണോ
എന്നായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലായി, നമ്മൾ കടന്നു പോകേണ്ട സഹനങ്ങളുടെ ദിവസങ്ങളുടെ എണ്ണമല്ല കുറച്ചിരിക്കുന്നത്, ആ ദിവസങ്ങളുടെ സമയത്തെയാണ് ഈശോ കുറച്ചിരിക്കുന്നത്. ആ സമയം പഴയതുപോലെ ആയിരുന്നെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഈ ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ സഹനത്തിൻ്റെ ഈ നാളുകളെ കടന്ന് അതിജീവിക്കാൻ പറ്റുമായിരുന്നില്ല. അതുപോലെ തന്നെ മനുഷ്യരുടെ ഓർമ്മയിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്, ഓർമ്മശക്തിക്കൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും നടന്ന കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കണം. പണ്ടങ്ങനെയല്ലായിരുന്നു. വളരെ ആലോചിക്കാതെ തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകാമായിരുന്നു. അല്ലെങ്കിൽ ഇന്ന ദിവസം, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച, അല്ലെങ്കിൽ ഇന്ന ദിവസം എന്നൊക്കെ പറയായിരുന്നു. പക്ഷേ ഇന്നത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഓർമ്മശക്തിക്ക് എന്തോ ചെറിയൊരു മാറ്റം വന്നിട്ട് പൊതുവെ എല്ലാവരും അത് ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചാണെങ്കിൽ പോലും ചിന്തിക്കും, ഇന്നാണോ, ഇന്നലെയാണോ, മിനിഞ്ഞാന്നാണോ, അല്ലെങ്കിൽ കഴിഞ്ഞ മാസമാണോ എന്നൊക്കെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ, മൊത്തത്തിലൊരു ആശയക്കുഴപ്പം എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ കാരണം ഈശോ പറഞ്ഞ വചനത്തിൻ്റെ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്, എല്ലാവർക്കും വേണ്ടിയിട്ടല്ല. ഈശോയുടെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് ഈ വിഷയങ്ങളൊക്കെ പറയുന്നത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ അതിതീവ്രമായി പ്രാർത്ഥിക്കേണ്ട സമയങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഒന്ന് ഓർത്ത് അതിനനുസരിച്ച് പ്രാർത്ഥനയിലൊക്കെ തീക്ഷ്ണത വർദ്ധിപ്പിച്ച് കുറേ കൂടി ആത്മീയമായിട്ട് ഒരുങ്ങാനും ഉണർന്നിരിക്കാനും, അതുപോലെ തന്നെ ഈ രക്ഷപ്പെടേണ്ട, അതായത് തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും വഴിതെറ്റിക്കപ്പെട്ടേക്കാം എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാലഘട്ടമാണ്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെങ്കിലും ഒന്ന് വഴിതെറ്റാതെ കൃത്യമായി ഈശോയിൽ എത്തിച്ചേരാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള വലിയ സങ്കീർണമായിട്ടുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈശോ പറഞ്ഞ ആ വചനം മത്തായി 24:22, ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തും എന്ന് പറഞ്ഞ ആ വചനം ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ യുഗാന്ത്യം അല്ലെങ്കിൽ ഈശോയുടെ രണ്ടാം വരവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് ഇത് വളരെ ആശ്വാസദായകമായ ഒരു കാര്യം കൂടിയാണ്, സന്തോഷകരമായ ഒരു കാര്യം കൂടിയാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഓരോ ദിവസത്തെയും കണക്ക് കൂട്ടുന്നത് ഒരു ദിവസവും കൂടി കഴിഞ്ഞ് കിട്ടിയല്ലോ, അത് കുറച്ച് നടന്നാൽ മതി എന്ന വലിയൊരു ആശ്വാസത്തിലാണ് ഞാൻ. അങ്ങനെ ജീവിക്കുന്ന പലരും ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇത് വലിയൊരു ആശ്വാസവും സന്തോഷവും നൽകുന്ന ഒരു വചനവും ഒരു അനുഭവവും കൂടിയാണ്. തീർച്ചയായും നമ്മൾ ഈശോയുടെ വരവിൻ്റെ വളരെ തൊട്ടടുത്ത് എത്തിയിരിക്കുന്ന ആ സമയത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്.